ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യം ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് തുറക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 172 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 23,581 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 462 പോയിന്റ്സ് ഉയർന്ന് 54,876 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 559 പോയിന്റ്സ് ഉയർന്ന് 55,174 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 15,912 ക്ലോസ് ചെയ്യുമ്പോൾ 102 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്ത്യ വെക്സ് ഇന്ന് 19.79 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 76,070 ക്ലോസ് ചെയ്യുമ്പോൾ 567 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്നത്തെ DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് 5,225 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. FII നെറ്റ് സെല്ലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 4,741 കോടി രൂപയാണ്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി IT എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് അബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 25,117 ക്ലോസ് ചെയ്തപ്പോൾ 118 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 298 പോയിന്റ്സ് ഉയർന്ന് 35,980 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,724 ക്ലോസ് ചെയ്തപ്പോൾ 209 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 364 പോയിന്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 48,104 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 37 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 14,439 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8864 ക്ലോസ് ചെയ്തപ്പോൾ 88 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി IT 281 പോയിന്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. 28,760 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1307 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മെറ്റൽ 319 പോയിന്റ്സ് ഉയർന്ന് 11,637 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,127 ക്ലോസ് ചെയ്തപ്പോൾ 18 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 50 പോയിന്റ്സ് ഉയർന്ന് 22,597 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSC ബാങ്ക് 8,596 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 12 പോയിന്റ്സിൻ്റെ ഉയർച്ച കാണാൻ സാധിച്ചു. ഇന്ന് 711 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ 430 പോയിന്റ് റാലിയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 1.86% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,581 നിൽക്കുമ്പോൾ 9.75% ലോസ് ആണ് നിഫ്റ്റി 50യിൽ ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 മാർച്ച് 2025 23,519 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,581 നിൽക്കുമ്പോൾ ലാസ്റ്റ് 12 മന്ത്സ് കൊണ്ട് നിഫ്റ്റിയിൽ 0.26% പ്രോഫിറ്റ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,770 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,202 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 5.67% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 4.54% റാലി നടത്തി. M&M 3.06%, HDFC Life 2.60%, ഭാരത് ഇലക്ട്രിക് 2.29%, ഭാരതി എയർടെൽ 2.14%, L&T 2.12%, JSW Steel 1.89%, മാരുതി സുസുക്കി 1.69% ആൻഡ് ഹിൻഡാൽകോ 1.68% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വിപ്രോ 1.94% ഫോളോ കണ്ടു. സിപ്ല 1.39% ഫോളോ നടത്തി. ഇൻഫോസിസ് 1.35%, ടാറ്റ കൺസ്യൂമർ 1.35%, ITC 1.10%, ബജാജ് ഫിനാൻസ് 1.09%, HUL 0.80%, TCS 0.73%, അദാനി പോർട്സ് 0.61% ആൻഡ് SCL ടെക് 0.56% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റ US നിന്ന് 18 മാർച്ചിന് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.